വാർത്തയിലേക്ക്. മുന്നണി മര്യാദകൾ ലംഘിക്കുന്ന CPM സമീപനം ശരിയല്ലെന്ന് CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N. അരുൺ. പാർട്ടിയിൽ വിഭാഗീയതയുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. പാർട്ടിയിലുള്ളവരല്ല, പുറത്താക്കപ്പെട്ടവരാണ് CPMൽ ചേരുന്നത്. CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നിരവധി പേർ CPIയിൽ എത്തുന്നുണ്ടെങ്കിലും അത് ആഘോഷമാക്കാറില്ലെന്നും അരുൺ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പറവൂരിൽ CPIയിൽ നിന്ന് 100ഓളം പേർ പാർട്ടിയിൽ എത്തുന്നുവെന്നായിരുന്നു CPMന്റെ അവകാശവാദം. അടുത്തിടെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമാണ് CPIയിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ട് എന്നുള്ളത്. മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിടുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനായി CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N. അരുൺ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? യാതൊരു വസ്തുതയില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് CPIയുടെ ഒരു മുതിർന്ന നേതാവും പാർട്ടി വിടുന്നില്ല. ഇപ്പോൾ 80 പേര് പോകുന്നു എന്നാണ് ഇന്നലെ കേട്ടത്. ഇന്നിപ്പോൾ അത് പത്രത്തിൽ വന്നപ്പോൾ 100 പേരെന്നായി. ഇന്നെന്തോ ഒരു പരിപാടി പറവൂർ നടക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. ആ പരിപാടികൾ ഉൾപ്പെടെ CPIയുടെ പാർട്ടി അംഗങ്ങളൊന്നും പോകാൻ പോകുന്നില്ല. ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളൊരാളെ KC പ്രഭാകരൻ്റെ മകൾ രമ ശിവശങ്കരൻ, അതുപോലെ തന്നെ KV രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ മാറുമെന്നുള്ള തരത്തിലുള്ള ഒരു സൂചനകളാണ് പുറത്തു വരുന്നത്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി യാതൊരു ധാരണയില്ല. രമ ശിവശങ്കരൻ പാർട്ടിയുടെ അംഗത്വത്തിലുള്ള ആളല്ല നിലവിൽ. KV രവീന്ദ്രൻ പാർട്ടിയുടെ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗമാണ്. 2022 സമ്മേളനത്തിൽ ആ സഖാവ് ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ CPMലേക്ക് വരുന്നത് സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം CPIയുടെ അംഗമായിരുന്ന ആളുകൾ ഉൾപ്പെടെ CPMൻ്റെ ഭാഗമാകുന്നു. അവരെ സ്വീകരിക്കാൻ CPM ജില്ലാ സെക്രട്ടറി പോകുന്നു എന്നുള്ളതാണ്. ഞാൻ കരുതുന്നില്ല അത്തരത്തിലുള്ളൊരു തീരുമാനം CPMൻ്റെ ജില്ലാ സെക്രട്ടറി എടുക്കും എന്ന്. ഒരു മുന്നണി മര്യാദ അത് ലംഘിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടോ? മുന്നണി മര്യാദ എന്നതിലുപരി അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും പല വർത്തമാനങ്ങളുണ്ടാകും. ആ യോഗത്തിൽ ഉൾപ്പെടെ പല വർത്തമാനങ്ങളുണ്ടാകും. അത് ജില്ലയിലെ അല്ലെങ്കിൽ പറവൂർ പ്രദേശത്തെ ഒരു ഇടത് ഐക്യത്തെ അല്പമെങ്കിലും ബാധിച്ചേക്കാം എന്നുള്ള ചിന്തയാൽ തന്നെയാണ് അത്തരത്തിലുള്ള പരിപാടി ഒഴിവാക്കിയത്. ഈ ഒക്ടോബർ 6-ാം തീയതി നിരവധി പ്രസ്ഥാനങ്ങളിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ CPIയുടെ ഭാഗമാകുന്നുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു സ്വഭാവം കൂടി നോക്കിയിട്ട് ആ പരിപാടിയുടെ രൂപം എത്തരത്തിലാകണം നമ്മൾ തീരുമാനിക്കും. തീർച്ചയായും. എന്തായാലും ഈ മുന്നണി മര്യാദകൾ അത് ലംഘിക്കാത്ത വിധത്തിലുള്ള ഒരു ചുവടുമാറ്റങ്ങൾ അത് ഏത് പാർട്ടിയിലായാലും അതുണ്ടാകും. ആളുകൾ പാർട്ടി മാറുന്നതും സ്വാഭാവികം തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി CPI മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിബി തടത്തലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.